അവൾ എന്നെ അല്ലാതെ വേറെ ആരും സ്നേഹിക്കണ്ട. ഇത് എന്നോടാണോ പറയണ്ടേ? പോയി ചേച്ചിയുടെ അടുത്ത് പറഞ്ഞോളൂ നിനക്ക്. എനിക്കതിന് പറ്റില്ല. എന്റെ മോച്ചൂട്ട, നിന്റെ പ്രശ്നം എന്താണെന്നറിയോ നിനക്ക്? നിന്നെ രണ്ട് തല്ല ആളില്ല. നീ ഇങ്ങനെ ടോക്സിക് ആവരുത് ജിമ്മി. എപ്പോഴും ആ പാവത്തിനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് അത് സ്നേഹമാണ് പോലും. അവൾ ആ ഫെൽസിനെ കുറിച്ച് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. സത്യത്തിൽ അത് തന്നെയാണ് നിന്റെ പ്രശ്നം. ഒരിക്കലും അല്ല ജിമ്മി. ഒരു കാരണത്തിന് വേണ്ടി നീ അവന്റെ പേരെടുത്തിടുന്നുള്ളൂ. സത്യത്തിൽ നിന്റെ പ്രശ്നം എന്താ മോച്ചൂട്ടാ? ദേ കടന്നു മൂങ്ങുന്നു. ചേട്ടനാണെന്നൊന്നും ഞാൻ നോക്കില്ല. ഒന്നങ്ങ് തന്നാലുണ്ടല്ലോ. ആ പാവത്തിനെ വേദനിപ്പിച്ച് ഇവിടെ ഇരുന്ന് കരയുക. അവളെ എങ്ങനെയാണ് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക? ആ, ഇതുപോലുള്ള നല്ല കാര്യങ്ങളൊക്കെ ചോദിക്കുകയും. നീ ആദ്യം തന്നെ നിന്റെ ഈ ദേഷ്യമൊക്കെ ഒന്ന് കളയണം. എന്നിട്ട് ചേച്ചിയോട് മയത്തില് സംസാരിക്കണം. എങ്ങനെ? എന്തോന്നാ? എടാ കോഴി, നിന്റെ കഴിഞ്ഞ കാലം എങ്ങനെയായിരുന്നു? വഴി കൂടെ പോണ ഒരു പെണ്ണിനെ നീ വെറുതെ വിടായിരുന്നോടാ? എന്നിട്ടിപ്പൊ അവന്റെ ഒരു ചോദ്യം, എങ്ങനേന്ന്? അത് അവരെയൊന്നും പോലല്ല ചിക്കു. അതെന്താ, നിന്റെ ചിക്കുവിന് കൊമ്പുണ്ടോ? നിന്റെ ചേച്ചി തന്നെ എന്റെ ചിക്കുന്ന് നിനക്ക് അറിയാലോ അല്ലേ? അയ്യോ, ഞാൻ പെട്ടെന്ന് ചിക്കൂന്ന് കേട്ടപ്പോ. ചേച്ചിയെ കിട്ടിയപ്പോ നിനക്ക് എന്നെ വേണ്ട. ആഹാ, അനിയത്തിയെ കിട്ടിയപ്പോ നീയല്ലേ എന്നെ മറന്ന്? നിന്റെ പഠിപ്പൊക്കെ കഴിഞ്ഞോ? ഓ, എന്താ ജിമിനേട്ടൻ പറഞ്ഞോ? പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവളെവിടെ? അവളെ ഏട്ടനെന്തെങ്കിലും പറഞ്ഞോ? ഡി മര്യാദക്ക് ചേച്ചിന്ന് വിളിച്ചോ? കാര്യം അറിയാതെ എന്റെ ചേച്ചീനെ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ. ഇനി നിങ്ങൾ രണ്ടും തുടങ്ങല്ലേ? ആദ്യം അവളല്ലേ തുടങ്ങി. ഞാനാണ് തുടങ്ങി. ആദ്യം നിങ്ങളുടെ ചേച്ചിയല്ലേ തുടങ്ങി. കണ്ടില്ലേ എന്റെ ഏട്ടനെ? ഷെടാ, നിങ്ങൾ ഇങ്ങനെ തുടങ്ങിയാലെങ്ങനെ? അടങ്ങിയിരിക്കുന്നുണ്ടോ രണ്ടും? എന്നിട്ട് എനിക്കൊരു ഐഡിയ പറഞ്ഞതാ. എന്താ ഐഡിയ? എന്തിനാ ഐഡിയ? നിന്റെ ചേച്ചീനെ വിളിക്കാൻ. എന്താ? എന്റെ ചേച്ചീനെയോ? അതിന് നിങ്ങൾ രണ്ടും എന്താടി കോപ്പേ? എന്റെ ചെവിക്ക് കുഴപ്പമൊന്നുമില്ല. എന്റെ പൊന്നു കുക്കിയല്ലേ, ഇനി നമുക്ക് പിന്നെ നെട്ടാം. ഇപ്പൊ മോള് ഇവിടെ ഇരി. എന്റെ പൊന്നു കൊച്ചേ, ഞാൻ അറിഞ്ഞിട്ട് മണിക്കൂറുകളെ ആയിട്ടുള്ളൂ. ഇനിയൊന്നും മിണ്ടാതിരിക്കയോ? അല്ലെങ്കിലേ രണ്ടെണ്ണത്തിന്റെ കരച്ച് ഇപ്പൊ അങ്ങോട്ട് നിന്നിട്ടേ ഉള്ളൂ. രണ്ടുപേരോ? അത് രണ്ടുപേരല്ല, നിന്റെ മോന് ഇപ്പൊ അങ്ങോട്ട് നിന്നിട്ടല്ലേ ഉള്ളൂ. അതാ ഇനി രണ്ടാമത് നീയും കൂടി തുടങ്ങല്ലേന്ന് പറയുന്നത്. ഈ കുക്കി, നീ ഈ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ? നിന്റെ ചേച്ചിക്ക് ആ ഫെലിക്സിന് ഇഷ്ടാ. ചിമ്മി, അവള് പറഞ്ഞ അവൾക്ക് ഫെലിക്സിന് ഇഷ്ടാണ്. നീ കണ്ടതല്ലേ രാവിലെ അവനെ കുറിച്ച് പറഞ്ഞപ്പോ അവളുടെ ഒരു സന്തോഷം. എന്റെ പൊന്നു കുക്കി, നിന്റെ ജീവനായിട്ടൊരു പ്രേമം മൂത്ത് ഭ്രാന്തായതാ. കുക്കി, നീ നിങ്ങൾ രണ്ടും എന്റെ മുമ്പിലിരുന്ന് തന്നെ എന്നോട് ഇത് ചെയ്യണം. ഞാൻ എനിക്കിന് ജീവിതേ ഇല്ലാന്ന് പറഞ്ഞിരിക്കുമ്പോ രണ്ടും കൂടി ഇവിടെ നിന്ന് റൊമാൻസിക്കുക. എന്റെ പൊന്നു മോച്ചൂട്ട, മനുഷ്യന്റെ അവസ്ഥ മനസ്സിലാക്കാതെ നീ ഇങ്ങനെ. നിനക്കറിയോ, ഞാനിപ്പോ ദിവസവും ജപിച്ചുകൊണ്ടിരിക്കുന്ന മന്ത്രം സ്പർശനേ പാപം ദർശനേ പുണ്യം. ദർശനയോ? അപ്പൊ നീ എന്റെ കൊച്ചിനെ ചതിക്കായിരുന്നോ? ഡാ കോഴി, കാലുവാരി, അവസരവാദി നീ. എന്റെ പൊന്നു കൊച്ചെ, നീ ഈ കാട്ടുകോഴി പറയുന്നൊന്നും കേട്ട് വിശ്വസിക്കല്ലേ. കണ്ടില്ലേ അവനിരുന്ന് ചിരിക്കുന്നു? പിന്നെ നീ വിചാരിക്കുന്ന പോലെ ഈ ദർശനം ഒരു പെണ്ണല്ല. എന്നിട്ട് അത് എന്റെ കാര്യം ഒന്ന് പരിഹരിക്കാൻ ഒരു വഴി പറഞ്ഞതാ. എന്റെ കൊച്ചെ, അതൊരു പെണ്ണല്ല, ഇത് ദർശനേ. അതായത് ദർശനം, ദർശനത്തിന്റെ ദർശനേ. ഓ, അങ്ങനെ പറയണ്ടേ? ഇപ്പഴേ എനിക്ക് മനസ്സിലായേ. എന്നെ വിശ്വാസമില്ലാത്തവരെ എന്നോട് ഉണ്ടണ്ട. അതേടി മുത്തേ, ഇനി എല്ലാം കൂടി നീ ഏട്ടന്റെ തലക്കിടും. മതി രണ്ടും. ഒന്ന് ഇറങ്ങിപ്പൊക്കെ, എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. കുട്ടാ കുക്കി, ഞാൻ നാളെ ചിക്കുനെ പ്രപ്പോസ് ചെയ്താലോ? എന്താ? ഇതൊക്കെ ആരെങ്കിലും തമാശക്ക് പറയൂ? ഗിഫ്റ്റ് വാങ്ങാൻ പോയവരെത്തി തോന്നുന്നു.
ഷടാ നിനക്കെന്താ ചിമ്മി? ഇപ്പൊ എന്തായാലും നമുക്ക് താഴേക്ക് പോവാം. പിന്നെ രാത്രി നമ്മൾ 3 പേര് ഇവിടെ കൂടാം. എന്നിട്ട് നാളത്തെ കാര്യം നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ ഡൺ. ശരി, സമ്മതിച്ചു. ഇത് എന്താ ഇത്? ആരെയും കാണാനില്ലോ. എന്റെ ദേവി, എന്താ ജെനി എന്താ പറ്റി? എവിടെ ആ 4 എണ്ണത്തിനെ ഇങ്ങോട്ട് വിളിച്ച്, പ്രത്യേകിച്ച് ആ ഇളയതുങ്ങളെ രണ്ടിനെ. ഇതെന്താ ശബ്ദം? അടുക്കളയിലാണല്ലോ. അയ്യോ, എന്റെ അടുക്കള. ഇതൊന്നും ഇല്ലേ? എല്ലാരും എന്താ ഇങ്ങനെ നിൽക്കുന്നേ? എന്റെ കൊച്ചിനെ പണിയെടുപ്പിച്ച് നിങ്ങൾ 3 അവിടെ നെളിഞ്ഞിരിക്കുകയായിരുന്നോ? എന്റെ ചേച്ചിയാണത്. ഒരു പുരുഷന്റെ മനസ്സിലേക്കുള്ള വഴി അവന്റെ വയറിലൂടെയാണെന്നാ പണ്ടാരാണ്ട് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവർക്കൊക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞാൽ മതി, ബാക്കിയുള്ളവരെ അനുഭവിക്കണം. ഇതിലിനി എന്തൊക്കെ ചേർക്കണമോ എന്തോ. എന്റെ ഗൂഗിളെണ്ണ നിങ്ങളെന്നെ ചതിച്ചില്ലല്ലോ അല്ലേ? ഇത് കഴിപ്പിച്ച് അവന്റെ മനസ്സ് ഞാൻ ഇളക്കും. ബേബി, ഇത് കഴിച്ച് വേറെ ഇളകാതാണോ അന്ന് തന്നെ ഇളകണേ. ചേച്ചിയേ, എന്തിനാ ഈ സാഹസം? ചെറുക്കാമണ്ടാട് പോന്നി. ആ, ഞാൻ പോവുക. ജിന്നേട്ടാ, എല്ലാവർക്കും ഉള്ള ഫുഡ് പുറത്തുനിന്ന് പറഞ്ഞു. ഈ കുരിപ്പ് എന്റെ പ്ലാന് വെള്ളം കോരി ഒഴിക്കുകയാണോ? അതൊന്നും വേണ്ട. നിങ്ങൾ എന്റെ കൊച്ചിനെ കളിയാക്കാൻ നിൽക്കണ്ട. എല്ലാരും ഇന്ന് ഇത് തന്നെ കഴിക്കും. അതാണ് എന്റെ മമ്മി. മമ്മിക്ക് ഞാൻ കൂടുതൽ വരും. ഗിഫ്റ്റ് മേടിച്ചോ പപ്പ? എല്ലാം വാങ്ങിച്ചു. എന്താ വാങ്ങി? ടൻ ടടാ. ഇതാണോ നിങ്ങൾ വാങ്ങിയ ഗിഫ്റ്റ്? നല്ല ഭംഗിയില്ലേ? അവന് ഇഷ്ടാവും. ഇതോ? ഇതിനെന്താ കുഴപ്പം? കണ്ടില്ല അവര് ചിരിക്കുന്നത്? അപ്പോഴേ ഞാൻ പറഞ്ഞതാ ഇത് വേണ്ട, അത് മതിയെന്ന്. ഏതായിരുന്നു പപ്പ പറഞ്ഞേ? അതിനെ കുറിച്ചൊന്നും പറയാതിരിക്കേ ഭേദം. അളിയൻ പറഞ്ഞ ഗിഫ്റ്റ് കാറാ. അങ്ങനെ കുറച്ച് കാണണ്ട, 3 കാറ ഒരു സെറ്റിലുണ്ടായിരുന്നു. ഒന്ന് കേടുവന്ന ഒന്ന്, അതും കേടുവന്ന അടുത്തത്. അതിനും നല്ലത് ഞാൻ പറഞ്ഞെടുക്കുകയായിരുന്നില്ലേ? യൂങ്കിച്ചെന്ത് ഗിഫ്റ്റ് പറഞ്ഞ? തോക്ക്. എന്താ? വെറും തോക്കൊന്നുമല്ല, AK-47 ആയിരുന്നത്. അതിന്റെ ഒപ്പം ഒരു ലേസർ ഗണ്ണും ഫ്രീ ഉണ്ടായിരുന്നു. നമ്മള് പോണത് അവന്റെ ബർത്ത്ഡേ പാർട്ടിക്കാ, അല്ലാതെ അവന്റെ കൊച്ചിന്റെ പിറന്നാളിനല്ല. അതെന്താ ഇതിന് കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും കഴിക്കാം. ശരിയാ, പുറത്തൊന്നും ഒന്നും കഴിച്ചില്ല. നിങ്ങളിവിടെ ഒറ്റയ്ക്കല്ലേന്ന് വെച്ചിട്ട് വേഗം വന്നതാ. ഈശ്വരാ, മിന്നിച്ചേക്കണേ. ഇത് അവന്റെ മനസ്സിലേക്കുള്ള എന്റെ ആദ്യത്തെ സൗത്തുപടി ആയിരിക്കണേ. ഓ, മിന്നലെന്തെന്ന് തോന്നുന്നു. അവന്റെ മുഖം കണ്ടിട്ട് അവൻ ഇഷ്ടപ്പെട്ടോന്ന് തോന്നുന്നു.